പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ കഴുകി എടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഞാൻ ചിക്കൻ മസാല ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇവിടെ മുറിച്ചിട്ടു. ഇനി തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ ഒരു റെസിപ്പി വലിയൊരു റെസിപ്പി ഒന്നുമല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് എന്തൊക്കെയല്ലോ ചേർത്തിട്ട് മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെ എന്തൊക്കെയല്ലോ മോഹൻലാൽ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ ഡയലോഗ് പോലെ എന്തൊക്കെയല്ലോ ചേർക്കും, നല്ലതായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുമാണ് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നതിൻ്റെ അകത്തേക്ക്. അങ്ങനെ ചേർത്തതിന് ശേഷമാണ് പിന്നെ ബിരിയാണി മസാലയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം. അത്രയും ഉള്ളൂ. നമ്മളധികം ഓവറായിട്ടൊന്നും ഇതിനകത്തേക്ക് ഇടാറില്ല. ബിരിയാണി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അധികമായിട്ടൊന്നും. പിന്നെ കുറച്ച് ഓയിലോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ലെഗ് പീസൊക്കെ മോന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ലെഗ് പീസൊക്കെ അങ്ങനെ തന്നെ ബിരിയാണിയിൽ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് എനിക്ക് ആകുന്നതുപോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ചോറൊക്കെ ഉണ്ടാക്കി, ചോറും ഉണ്ട്. അമ്മ ബിരിയാണി ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് ചോറും അയിലക്കറിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അയിലക്കറിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ എന്തോ ഒരു ഓലരങ്ങാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അങ്ങനെ അധികം ബിരിയാണി ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ഒക്കെ ആക്കാൻ നോക്കുവാണ്. അങ്ങനെ നമ്മളെ ബിരിയാണി ഇവിടെ ബിരിയാണീൻ്റെ ചിക്കൻ മസാലയിലോട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതിൽ നമ്മൾ പിന്നെ ഞാൻ ചേർത്തത് ബിരിയാണി മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഒക്കെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിച്ചപ്പൂട്ട്. അപ്പോൾ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തു. ഇനി ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വേവിക്കാൻ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ കൂടെ ബിരിയാണി ആക്കാൻ വേണ്ടി ചിക്കൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യാറ്. ഇതൊരു റെസിപ്പി എല്ലാവരും ചെയ്യുന്ന പോലത്തെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ചെയ്യുന്നതാണ്. ഇവിടെ ബിരിയാണിക്കുള്ള റൈസ് ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിനി കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 2 ഗ്ലാസ് അരി എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ കുക്കറിൽ എടുക്കാറ്. ഒരു വിസിലും അടിക്കും. എന്നിട്ട് ഫുള്ളിലിട്ടിട്ട് ഗ്യാസിൻ്റെ ഇത് തീ ഫുള്ളിലിട്ടിട്ടാണ് കേട്ടോ ഒറ്റ വിസിലടിച്ച് ഓഫാക്കും. അതിന് ശേഷം നമുക്ക് കാണാം എന്നാ ചെയ്യുന്നതെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അരി വേവിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഇട്ടു. പിന്നെ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിക്കുക. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെക്കും. അതിന് ശേഷം ഒരു വിസിലടിച്ച് ഓഫാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ അടുപ്പത്ത് നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് അമ്മ അയിലക്കറി ഉണ്ടാക്കുന്നതാണ്. അമ്മ ചിക്കനൊന്നും കൂട്ടൂല, അതുകൊണ്ട് ഇവിടെ അയിലക്കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ്. അമ്മേൻ്റെ അയിലക്കറി ഇടുന്ന തിളക്കുന്ന ഞങ്ങൾ കാണുന്നില്ലേ, നല്ല കറി വെക്കും കേട്ടോ. നല്ല പറ്റിച്ച അയിലക്കറി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇവിടെ നമ്മളെ ബിരിയാണീൻ്റെ ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ചിക്കൻ കുറച്ചും കൂടി വേണം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ബിരിയാണി സെറ്റ് ചെയ്യും എൻ്റെ സ്റ്റൈലിൽ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണീൻ്റെ മസാലയും ചിക്കനൊക്കെ ഇടുന്ന നല്ലോണം വെന്ത് റെഡിയായി. ഇനി കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ട് നെയ്ച്ചോറും അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ സെറ്റ് ചെയ്ത് ഒന്നുകൂടി ഗ്യാസിൽ ഒന്ന് വെച്ചൊന്ന് തീ കയറ്റി നമ്മൾ കഴിക്കും. ദമ്മൊന്നും ഇടൂല കേട്ടോ. ദമ്മിലിടണമെങ്കിൽ ഒരുപാട് പണിയല്ലേ. ഞാൻ ദമ്മൊന്നും അങ്ങനെ ഇടും. ദമ്മ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ദമ്മൊക്കെ ഇടൂലൂ. ഇത് പിന്നെ കുറച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ആക്കുന്നത് കൊണ്ട് അങ്ങനെ ദമ്മൊന്നും ഇടൂല. അപ്പോൾ നമ്മളെ റൈസും ഒന്നും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യും. ടമം കാണിക്കാം കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഞാൻ ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും ചിക്കൻ ഇവിടെ കൊണ്ടുവച്ച് ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന്
സെറ്റാക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഇതാ ഒരു തട്ടിലാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ കുറച്ച് ചോറിട്ടു, കുറച്ച് ചോറ് ഇതിൻ്റെ അകത്തിട്ടു. അതിന് ശേഷം ഇനി നമ്മൾ ഈ കയ്യിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചിക്കൻ ഇതിലേക്കിടും. ഇതാ ഇങ്ങനെ കുറച്ച് ചിക്കൻ സെറ്റ് ചെയ്തു. ഇനി നമ്മളെ കുറച്ച് നെയ്ച്ചോറ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടും. എൻ്റെ വൃത്തിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഇടണം കേട്ടോ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം സന്ധ്യ സ്റ്റൈലാണ്. ഇതൊന്നും ഒരു റെസിപ്പിയും ഇങ്ങനത്തെ ഒരു റെസിപ്പിയൊന്നും നേടി നിങ്ങൾക്ക് കാണൂല. ഓക്കെ, അപ്പോൾ ഞാനിനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മളെ ലെഗ് പീസ് ആണ് ഞാൻ മേലെ ഇട്ടത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചോറും കൂടി ഇടണം, കുറച്ച് മസാലയും കൂടി ചേർക്കാം നമുക്ക്. അതിന് ശേഷം കുറച്ച് ചോറും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം. ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് ഒന്ന് ഗ്യാസിൽ ഒരു 2 മിനിറ്റ് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂട് കയറ്റും, അത്രയേ ചെയ്യുള്ളൂ. അതിന് ശേഷം വിളമ്പിയിട്ട് കഴിക്കും. ബിരിയാണി ഞാനിതാ ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇത് വെക്കും ഞാൻ, ഒരു 2-3 മിനിറ്റ് അത്രയേ വെക്കുള്ളൂ. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കും. പ്ലേറ്റെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വിളമ്പാം. നമ്മളെ ചൂടൻ ബിരിയാണി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക. അത്രയും ഈസിയായൊരു വേ ആണ്. ഞാൻ ഇതിലേക്ക് ഉള്ളിയോ അതുപോലെ തന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്നും ഞാൻ വറുത്തിട്ടില്ല. അത് അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വറുത്തിടാതെ. അത് വേണ്ടുന്നവർക്ക് അതൊക്കെ വറുത്തിട്ടിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് എനിക്കും അങ്ങനെ പൊതുവെ അത് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊന്നും ഇടുന്ന അത്ര ഇഷ്ടമൊന്നും അല്ല, അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ.